പെരുമ്പാവൂരിൽ പെരുമ്പാവൂരിലെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഖദീജയ്ക്ക് തൻ്റെ ഇടമായിരുന്നു കൈമുതൽ. കലാമണ്ഡലത്തിൽ നൃത്തം പഠിച്ചു ഖദീജ. ഒരുപാട് എതിർപ്പുകളെ നേരിടേണ്ടി വന്നു കലാമണ്ഡലത്തിൽ നിന്നും ഖദീജയ്ക്ക്. ആ എതിർപ്പുകളെയൊക്കെ അതിജീവിച്ച് അവർ സിനിമയിൽ എത്തി. ബിരുദൻ ശംഖു, പി വേണു സംവിധാനം ചെയ്ത ബിരുദൻ ശംഖുവാണ് ഖദീജയുടെ ആദ്യ ചിത്രം. മലയാളത്തിലെ ആദ്യ ഹാസ്യ സിനിമ കൂടിയായിരുന്നു ബിരുദൻ ശംഖു. ചിത്രം ഹിറ്റായി. പിന്നീട് ചിത്രമേള, അസുരവിത്ത്, തുലാഭാരം, ലക്ഷപ്രഭു തുടങ്ങി 25-ലേറെ ചിത്രങ്ങൾ. അവരെല്ലാം ശ്രദ്ധേയമായ വേഷം ചെയ്തു ഖദീജ. ഖദീജ പിന്നീട് ശ്രദ്ധേയാവുന്നത് നടൻ സുധീറുമായുള്ള പ്രണയത്തിലൂടെയാണ്. സുധീർ മദ്രാസിൽ സംവിധാനം പഠിക്കാനെത്തിയ യുവാവായിരുന്നു. നിഴലാട്ടം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം നായകനായി. സുധീറിനെ മദ്രാസിൽ നിലനിർത്തിയത് ഖദീജയുടെ ശക്തമായ സ്വാധീനമായിരുന്നു. പ്രേം നസീറുമായും KP ഉമറുമായും ഒക്കെ ഖദീജയ്ക്ക് നല്ല ബന്ധമായിരുന്നു. ഖദീജയും സുധീറും പ്രണയത്തിലാവുകയും അവർ വിവാഹം കഴിക്കുകയും ചെയ്തു. സുധീറിൻ്റെ ഡേറ്റുകൾ നിർണയിച്ചിരുന്നത് ഖദീജയായിരുന്നു. തൻ്റെടിയായിരുന്നു ഖദീജ. സിഗരറ്റ് വലിക്കും, നന്നായി സിഗരറ്റ് വലിക്കും, മദ്യപിക്കും ഒക്കെ ചെയ്യും ഖദീജ. പക്ഷേ മാനം വിറ്റ് ഖദീജ സിനിമയിൽ ജീവിച്ചിട്ടില്ല. സുധീറുമായുള്ള ഖദീജയുടെ ബന്ധം അതൊരു അലൗകിക ബന്ധമായിരുന്നു. സുധീറിന് ഖദീജയേക്കാൾ 10 വയസ്സ് ഇളപ്പം. പക്ഷേ ഇരുവരും പ്രണയത്തിലായി. സുധീർ മലയാള സിനിമയിൽ തിരക്ക് നേടിയപ്പോൾ, അല്ലെങ്കിൽ സുധീറിന് മലയാള സിനിമയിൽ തിരക്കുണ്ടായപ്പോൾ ഖദീജ തന്നെ സുധീറിനോട് പറഞ്ഞു, ഇനി നിന്റെ ജീവിതത്തിൽ ഞാൻ ആവശ്യമില്ല, നീ എന്നിൽ നിന്ന് പിരിഞ്ഞു പോകണം, നീ കൊച്ചു പയ്യനാണ്, നിനക്ക് മലയാളത്തിൽ ഭാവിയുണ്ട്. എത്ര പേർ പറയും ആ വാക്ക്. അങ്ങനെ സുധീറും ഖദീജയും വേർപിരിഞ്ഞു. സുധീർ സത്യത്തിൻ്റെ നിഴലിൽ എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടി. ജയൻ തരംഗം ഉണ്ടാകുന്നത് വരെ സുധീർ മലയാളത്തിൽ യുവാക്കളുടെ ഹരം തന്നെ ആയിരുന്നു. സുധീറും ഖദീജയും തമ്മിലുള്ള പ്രണയത്തെപ്പറ്റി ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന പുസ്തകത്തിൽ മധു വൈപ്പന വിശദമായി എഴുതിയിട്ടുണ്ട്. സുധീറിൻ്റെ അഭിമുഖങ്ങൾ, ഏതൊക്കെ വാരികകളിൽ സുധീർ അഭിമുഖം നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നത് പോലും ഖദീജയായിരുന്നു. അങ്ങനെ സുധീറിനെ വളർത്തിക്കൊണ്ടുവന്നു ഖദീജ. ഖദീജയുടെ തൻ്റെ ഇടത്തിന് ഒരു ഉദാഹരണമുണ്ട്. ഒരു സെറ്റിൽ വെച്ച് ജയഭാരതിയും ഖദീജയും തമ്മിൽ തെറ്റി. ഖദീജയെ ജയഭാരതി അധിക്ഷേപിച്ചു. ജയഭാരതിയുടെ കരണത്തടിച്ചു ഖദീജ. മാത്രമല്ല, നാഭിയിൽ ഒരു ചവിട്ടും വെച്ചു കൊടുത്തു. ജയഭാരതി അന്ന് നായിക നടിയാണ്. പ്രശ്നം സങ്കീർണമായി. KP ഉമറാണ് ഇരുവരെയും വിളിച്ച് പ്രശ്നം സോൾവ് ചെയ്തത്. എന്തായാലും ജയഭാരതിയെ തല്ലിയ ഖദീജയെ എല്ലാവർക്കും ഭയമായിരുന്നു. ഒത്ത ഉയരവും വണ്ണവും ഉണ്ടായിരുന്ന ഖദീജയോട് അശ്ലീലപരമായി പെരുമാറാൻ, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ പെരുമാറാൻ എല്ലാവരും മടിച്ചു. അത്ര തൻ്റെടിയായിരുന്നു ഖദീജ. ഖദീജ പിന്നീട് KV മാത്യുവിനെ വിവാഹം കഴിച്ചു. KV മാത്യുവിനെ വിവാഹം കഴിച്ച അവർ മതം മാറി. 2017 ജനുവരി 26 ശ്വാസകോശ ക്യാൻസർ ബാധിച്ച് അവർ മരണമടഞ്ഞു. കടുത്ത പുകവലിയായിരുന്നു ശ്വാസകോശ ക്യാൻസർ പിടിപെടാനുള്ള കാരണം. പുകവലി അവർക്ക് ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ ഖദീജയുണ്ട്. പല ചിത്രങ്ങളിലും പിന്നീട് ഖദീജ വന്നുപോയി. പക്ഷേ പുതിയ തലമുറയ്ക്ക് അവരെ അറിയില്ല, പഴയ തലമുറയ്ക്ക് അവരെ അറിയാം. മലയാള സിനിമയിൽ തൻ്റെ ഇടത്തിൻ്റെ പ്രതീകമായിരുന്ന ഖദീജ. മലയാള സിനിമയിൽ ആർക്ക് മുമ്പിലും തലതാഴ്ത്താത്ത ഖദീജ.
അവസരങ്ങൾക്ക് വേണ്ടി ആർക്കും കിടന്നു കൊടുക്കാത്ത ഖദീജ.